നമ്മൾ കഴിഞ്ഞ ഉപനിഷത്ത് വിചാര സത്രത്തിൽ കഠോപനിഷത്തിലെ 1-ാം അധ്യായത്തിലെ 3-ാമത്തെ വല്ലിയുടെ ആരംഭ ഭാഗത്താണ്. കഠോപനിഷത്തിൻ്റെ വല്ലീക്രമം 2 പ്രകാരമുണ്ട്. ഒന്ന് 2 അധ്യായങ്ങളിലായി 3 വല്ലികൾ വീതം, ആകെ 6 വല്ലികൾ. മറ്റൊരു ക്രമം അധ്യായം എന്ന വ്യത്യാസമില്ലാതെ 6 വല്ലികൾ. ഇങ്ങനെ 2 രീതിയിലും കഠോപനിഷത്തിൻ്റെ പാഠമുണ്ട്. രണ്ടായാലും വല്ലികളുടെ എണ്ണത്തിനോ ക്രമത്തിനോ മാറ്റമില്ല. 1, 2, 3, 4, 5, 6. മറ്റേതാവുമ്പോൾ 1, 2, 3, 1, 2, 3 അങ്ങനെ. അപ്പോൾ നമുക്ക് തുടർന്നുള്ള ഭാഗം ചിന്തിക്കാനേ പറ്റൂ. ഇപ്പോൾ കഴിഞ്ഞ ഭാഗം പങ്കെടുത്തിട്ടില്ലാത്തവർക്ക് പണ്ടാണിച്ചാൽ മറ്റു വഴിയൊന്നുമില്ല. ഇപ്പോൾ നമ്മുടെ സാങ്കേതിക വിദ്യ കൊണ്ട് യൂട്യൂബിൽ അദ്വൈതാശ്രമം ചാനലിൽ പോയി പ്ലേലിസ്റ്റ് പോയി ഉപനിഷത്ത് വിചാര സത്രം പരിശോധിച്ചാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ കിട്ടും. അതിൻ്റെ തുടർച്ച നമുക്ക് എങ്കിൽ തന്നെയും ചെറുതായിട്ടൊരു പരിചയം പറഞ്ഞാൽ, ഉപനിഷത്തുക്കൾ വേദാന്തം എന്ന് പ്രസിദ്ധമാണ്. വേദം അറിവ്, അന്തം അവസാനം. അന്തഃ എന്ന ശബ്ദത്തിന് മധ്യമെന്നും അർത്ഥമുണ്ട്. അപ്പം അറിവിൻ്റെ അവസാനം, പരമാവധി അറിവ് അഥവാ വേദമധ്യം, വേദത്തിൻ്റെ കാതൽ, ഇതാണ് വേദാന്തം എന്നുള്ള ശബ്ദത്തിന് സാമാന്യ അർത്ഥം. എങ്ങനെ മനസ്സിലാക്കാം എന്ന് ചോദിച്ചാൽ, ലോകത്തിലെ എല്ലാ അറിവുകളും വിവിധ വിഷയങ്ങളെ സംബന്ധിക്കുന്നതാണ്. അറിയപ്പെടുന്ന വിഷയങ്ങളെ സംബന്ധിക്കുന്നത്. അത് ഏത് വൈജ്ഞാനിക ശാഖയായാലും അറിയപ്പെടുന്ന വിഷയത്തെ സംബന്ധിച്ചതാണ്. അറിയുന്ന തന്നെ സംബന്ധിക്കുന്നതാണ് വേദാന്തം. അതുകൊണ്ടാണ് അറിവിൻ്റെ അറ്റം എന്ന് പറയുന്നത്. അറിയപ്പെടുന്ന വിഷയങ്ങൾ കോടാനുകോടിയാണ്. അതിന് പരിധിയില്ല, പരിമിതിയില്ല. എന്നാൽ അറിയുന്ന താൻ ഏകനാണ്. ആ ഏകവിജ്ഞാനമാണ് വേദാന്തം. സാക്ഷാത്കാര സമ്പന്നരായ ഋഷീശ്വരന്മാർ ലോകത്തോടുള്ള കൃപ ഒന്നുകൊണ്ട് മാത്രം ഈ പരമാവധിയായ അറിവിനെ ലോകവുമായി പങ്കുവെച്ചു. അങ്ങനെ പങ്കുവെച്ചപ്പോഴാണ് വിവിധ ഉപനിഷത് ഗ്രന്ഥങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. ഓരോ വേദശാഖയ്ക്കും ഒന്നെന്ന തോതിൽ ഇപ്രകാരം ഉപനിഷത്തുക്കൾ ഉണ്ടായിരുന്നു. അതായത് മുക്തികോപനിഷത്തിൻ്റെ ക്രമത്തിൽ പറഞ്ഞാൽ 1180 വേദശാഖകൾ, അത്ര തന്നെ ഉപനിഷത്തുക്കൾ. പാണിനീയത്തിൻ്റെ മഹാഭാഷ്യകാരൻ ഭഗവാൻ പതഞ്ജലി മഹർഷിയുടെ അഭിപ്രായത്തിൽ 1129. എന്തു തന്നെയാണെന്ന് വെച്ചാൽ ഇത്രയും വേദശാഖകൾ ഉണ്ടായിരുന്നു.
അവയ്ക്കൊക്കെ ഓരോന്ന് വീതം ഉപനിഷത്തുക്കളും. അവയിൽ പ്രധാനപ്പെട്ടതായി മാനിക്കപ്പെടുന്നത് 108 എണ്ണമാണ്. അവയിൽ വെച്ച് പ്രധാനപ്പെട്ടതാണ് 10 എണ്ണം. ആ 10നാണ് ഭഗവാൻ ഭാഷ്യകാരൻ ശങ്കരാചാര്യസ്വാമികൾ ഭാഷ്യം രചിച്ച് വേദാന്ത ചിന്തയെ സരളമായി നമുക്ക് ബോധിപ്പിച്ചത്. സരളമായി എന്നുള്ളതിൽ ഒരു സന്ദേഹവും ഇല്ല. ആണ് ശ്രീനാരായണ ഗുരുദേവൻ സരളാദ്വയ ഭാഷ്യകാരനാം ഗുരുവോ എന്ന് അതുകൊണ്ട് വർണ്ണിച്ചത് ശ്രദ്ധിക്കുക. ആ 10 ഉപനിഷത്തുക്കളിൽ ഒന്നാണ് കൃഷ്ണ യജുർവേദത്തിലെ കാഠക ശാഖയിലെ അല്ലെങ്കിൽ കഠശാഖയിലെ 2 പേരുണ്ട് ഉപനിഷത്തായ കഠോപനിഷത്ത്. ഇത് ഒരാഖ്യായിക രൂപത്തിൽ അവതരിപ്പിക്കപ്പെടുന്നു. അന്നം ഹേതുവായി വളരെ പ്രസിദ്ധി കൈവന്ന ഒരു മഹാൻ, പേര് വാജശ്രവ എന്നായിരിക്കണം. അദ്ദേഹത്തിൻ്റെ പുത്രൻ വാജശ്രവസ്. അച്ഛൻ സ്വാഭാവികമായി പ്രസിദ്ധി നേടിയ ആളായിരിക്കണം, ഊഹിക്കുകയാണ് നമ്മൾ, അതിവിടെ ഉപനിഷത്ത് പറഞ്ഞിട്ടില്ല. പക്ഷെ മകന് പ്രസിദ്ധിക്ക് ആഗ്രഹം. രണ്ടും രണ്ടാ. ഇല്ലേ? പ്രസിദ്ധി വരുന്നതും പ്രസിദ്ധി നേടുന്നതും രണ്ടും രണ്ടാണ്. വാജശ്രവസ് പ്രസിദ്ധി ആഗ്രഹിച്ചിട്ട് വലിയ യാഗം ചെയ്തു, യജ്ഞം ചെയ്തു. വിശ്വജിത്ത് വിശ്വജിത്ത് യാഗത്തിൽ തൻ്റേതെന്ന് പറയപ്പെടുന്ന സകലവും ദാനം ചെയ്യണം. എന്തൊക്കെ എൻ്റേതെന്ന് പറയപ്പെടുന്നുണ്ടോ അതൊക്കെ ദാനം ചെയ്യണം. അങ്ങനെ വലിയ ദാനം നടക്കുകയാണ്. അപ്പം ഇയാള് പേരാഗ്രഹിച്ചവനായതുകൊണ്ട് നല്ല ആരോഗ്യമുള്ള പശുക്കളെയൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടാവണം. എവിടെയാന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയുള്ളതിനെയാ ദാനം ചെയ്യുന്നേ? എണീറ്റ് നടക്കാൻ ജീവനില്ലാത്ത, വെള്ളം കുടിക്കാൻ വയ്യാത്ത, പുല്ല് തിന്നാൻ വയ്യാത്ത, ഇനി പ്രസവിക്കാത്ത അങ്ങനെയുള്ള പശുക്കളെയാണ് ദാനം ചെയ്യുന്നത്. കിട്ടിയൊരു വിഷമിക്കുക, നടക്കണ്ടേ? അത് ആലോചിച്ച് നോക്കൂ. ഈ സമയത്ത് ഇതെല്ലാം നോക്കി കാണുകയാണ് ബാലനായ പുത്രൻ നചികേതസ്. കുമാരമേവ സന്തം എന്ന് പ്രത്യേകം പറഞ്ഞിരിക്കുക. കുമാരനാണ്, യൗവനത്തിലേക്ക് ആയിട്ടില്ല. അതുകൊണ്ട് ഭാഷ്യകാരൻ അപ്രജനന സമർത്ഥം എന്നുണ്ട്. പ്രജനന ശക്തി കൈവന്നിട്ടില്ലാത്ത പ്രായത്തിലുള്ള കുട്ടിയാണ്. ഇതെല്ലാം നോക്കി കാണുന്നു. ആ കുട്ടി ചിന്തിക്കുന്നു, ഈ ദുഷിച്ച ദാനം കൊണ്ട് എൻ്റെ അച്ഛൻ നശിച്ചു പോകുമല്ലോ. മകൻ എന്ന രീതിയിൽ എൻ്റെ കർത്തവ്യമാണ് അച്ഛനെ രക്ഷിക്കേണ്ടത്. അതുകൊണ്ട് ഈ മകൻ അച്ഛനരികെ ചെന്ന് ചോദിക്കുന്നു, അച്ഛാ, എന്നെ ആർക്കാണ് ദാനം ചെയ്യുക? കുട്ടിയല്ലേ എന്ന് വിചാരിച്ച് ഉപേക്ഷിച്ചു അച്ഛൻ. കുട്ടി വിടുന്നില്ല. രണ്ടാമതും ചോദിച്ചു, അപ്പോഴും അച്ഛൻ അവഗണിച്ചു. മൂന്നാമതും ചോദിച്ചപ്പോൾ ദേഷ്യം പിടിച്ചിട്ട് പറഞ്ഞു, നിന്നെ യമനാണ് കൊടുക്കാൻ പോണത്. പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അച്ഛൻ ആലോചിക്കണം, അയ്യോ ഞാൻ എന്താ അബദ്ധ പറഞ്ഞത്. ആകെ ദുഃഖിച്ചു അച്ഛൻ. അപ്പം മകൻ അച്ഛനെ സമാധാനിപ്പിച്ചു, അച്ഛൻ വിഷമിക്കേണ്ട, നമ്മളെ പൂർവികന്മാരാരെങ്കിലും പറഞ്ഞത് ചെയ്യാറുണ്ടോ, അതുകൊണ്ട് സമാധാനമായിരിക്കൂ എന്ന് പറഞ്ഞ് അച്ഛനെ സമാധാനിപ്പിച്ചു. എങ്ങനെയാണെന്ന് ഉപനിഷത്ത് പറയുന്നില്ല.
യമൻ അരികിലേക്ക് എത്തി, യമൻ്റെ ഗൃഹത്തിലെത്തി, യമൻ്റെ ലോകത്തിലെത്തി നചികേതസ്. മറ്റുള്ളവരൊക്കെ യമൻ കൊണ്ടുപോവുക അങ്ങോട്ട്. ആരെങ്കിലും കണ്ടവരുണ്ടോ യമനെ കൊണ്ടുപോകണമൊക്കെ? ഉണ്ടോ? ഞാൻ കണ്ടില്ല കേട്ടോ. പോത്തിൻ്റെ പുറത്താ കൊണ്ടുപോകാന്നൊക്കെ കേട്ടിട്ടുണ്ട്, അറിയില്ല. ഏതായാലും ബാക്കി എല്ലാവരെയും കൊണ്ടുപോവുക. ഇത് നചികേതസ് അവിടെ യമൻ്റെ സമ്മതി ഇല്ലാണ്ട് അവിടെ എത്തിപ്പെട്ടതാണ്. ആ സമയത്ത് യമൻ അവിടെ ഇല്ല, ജോലിയുടെ ഭാഗമായിട്ട് പുറത്ത് യാത്രയിലാണ്. 3 ദിവസം കഴിഞ്ഞിട്ടാണ് വരുന്നത്. ഒരു വഴിക്ക് പോകുമ്പോൾ ആ വഴിക്കുള്ളവരൊക്കെ കൂട്ടിയിട്ടാണല്ലോ പോവുക. അങ്ങനെയാ, പൊതുവെ അങ്ങനെയാണ്. പിന്നെ ഒന്നിച്ച് കൊണ്ടുപോകാൻ വേണ്ടി പലരെയും ഒത്തൊരുമിപ്പിക്കും. പല സ്ഥലത്തുള്ളവരെ ഒരു സ്ഥലത്തേക്ക് ഒരുമിപ്പിച്ചിട്ട് അവിടുന്ന് ഒന്നിച്ചാണ്ട് കൊണ്ടുപോവുക, അങ്ങനെയൊക്കെ ഉണ്ടാവും. എന്തായാലും 3 ദിവസം കഴിഞ്ഞാൽ വരുന്നത്. അപ്പം ഈ ബാലൻ, കുമാരൻ ഒരു വെള്ളം കുടിക്കാതെ, ഭക്ഷണം കഴിക്കാതെ, ഉറങ്ങാതെ തന്നെയും കാത്തു നിൽക്കുകയാണ്. ഇതറിഞ്ഞ് ഭീതനായി തീർന്നു യമൻ. കാരണം ആരുടെ ഗൃഹത്തിലാണോ അതിഥി ഭക്ഷണം കഴിക്കാതെ ഇരിക്കുന്നത്, ആ ഗൃഹം മുടിഞ്ഞു പോകും. അതുകൊണ്ട് ഭീതനായി. നേരെ യമൻ കാല് കഴിക്കാൻ വെള്ളമൊക്കെ എടുത്ത് നചികേതസിനരികിൽ ചെന്ന് പ്രാർത്ഥിക്കുകയാണ്. ക്ഷമിക്കണം, ഏതായാലും 3 രാത്രി വെള്ളം കുടിക്കാതെ ഭക്ഷണം കഴിക്കാതെ ഇവിടെ താമസിച്ചില്ലേ, അതുകൊണ്ട് 3 വരം എന്നോട് വരിച്ചോളൂ. 1-ാം വരമായി നചികേതസ് അച്ഛൻ്റെ ക്ഷേമവും മനസ്സമാധാനവും, യമലോകത്തിൽ നിന്ന് തിരിച്ചെത്തുന്ന തന്നെ അച്ഛൻ തിരിച്ചറിഞ്ഞ് സന്തോഷപൂർവ്വം സംസാരിക്കണമെന്നുള്ളതും, ഇങ്ങനെ അനേക വരം ഒന്നിച്ചാക്കിയിട്ട് ചോദിച്ചു. ഉടനെ തന്നെ യമൻ അത് കൊടുത്തു. 2-ാമത്തെ ചോദിച്ചോളൂ. അപ്പോൾ പറഞ്ഞു, സ്വർഗപ്രാപ്തിക്ക് കാരണമായ അഗ്നിവിദ്യ അങ്ങേക്ക് അറിയാമല്ലോ, അതെനിക്ക് ഉപദേശിച്ചു തരണം എന്ന് പറഞ്ഞു. ഒട്ടും താമസമില്ലാതെ യമൻ അതും കൊടുത്തു. വിദ്യയാണ്. ആദ്യത്തത് വിദ്യയല്ല, ആദ്യത്തത് കേവലം നൽകുന്ന ഒരു വരമാണ്. 2-ാമത്തത് വിദ്യയാണ് വരമായി കൊടുത്തത്. പഠിപ്പിക്കണ സമയത്ത് പേപ്പറിൽ എഴുതി വയ്ക്കുക, ബുക്കിൽ എഴുതി വയ്ക്കുക, അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യുക, അതൊന്നും അന്നില്ല. തലയിലാണ് റെക്കോർഡ് ചെയ്യുക. അപ്പോൾ ഗുരുനാഥൻ ചൊല്ലിയത് ഏറ്റു ചൊല്ലണം അതേപടി. അത്രയും ഓർമ്മ വേണം, അത്രയും ശ്രദ്ധ വേണം. അപ്പോൾ എങ്ങനെ ഗുരുനാഥൻ ഉപദേശിച്ചു അങ്ങനെ വള്ളി പുള്ളി മാറാതെ ഇയാൾ തിരിച്ചു ചൊല്ലിക്കൊടുത്തു. അപാര ബുദ്ധി, അപാര മേധാശക്തി. അപ്പോൾ സന്തുഷ്ടനായിട്ട് യമൻ ഒരു എക്സ്ട്രാ വരം കൊടുത്തു, ഈ അഗ്നിവിദ്യ നിന്റെ പേരിൽ അറിയപ്പെടും എന്ന്. 3-ാമത്തെ ചോദിച്ചോളൂ. 3-ാമത്തത് നചികേതസ് പറഞ്ഞു, മനുഷ്യൻ മരിച്ചാൽ ഉണ്ട് എന്ന് ചിലർ പറയുന്നു, ഇല്ല എന്ന് ചിലർ പറയുന്നു. അതായത് മരണത്തോടു കൂടി എല്ലാം കഴിഞ്ഞു എന്നാണ് ചിലർ പറയണത്. ചിലർ പറയണതല്ല, മരിച്ചാലും ജീവനുണ്ട് എന്നാണ്. ശരീരം മരിച്ചു പോവും, പക്ഷെ ആത്മാ മരിക്കുന്നില്ല എന്നാണ് വേറെ ചിലർ പറയണത്. ഇതിലേതാ ശരി? അങ്ങ് ഉപദേശിച്ചാൽ ഞാൻ മനസ്സിലാക്കാമായിരുന്നു. 2 വരങ്ങൾ ചോദിച്ച മാത്രയിൽ കൊടുത്ത യമൻ നചികേതസിനോട് പറഞ്ഞു, ഇത് വളരെ പ്രയാസമാണ്, വിഷമാണിത് മനസ്സിലാക്കാൻ, ദേവന്മാർക്ക് പോലും അറിയാത്ത വിഷയമാണ്. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ്, ഒന്ന് മാറ്റി പിടിക്കുക, വേറെ വല്ലതും ചോദിച്ചോളൂ. നചികേതസ് പറഞ്ഞു, ഇത്ര വിഷമാണോന്നാ, എനിക്ക് അത് തന്നെ വേണം. വിഷമുള്ളത് വേണമല്ലോ, പ്രത്യേകിച്ച് അങ്ങേപ്പോൾ ഒരാളുടെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ അറിയേണ്ടത് അറിയണ്ടേ. അപ്പോൾ യമൻ രീതി മാറ്റി. യമൻ പറഞ്ഞു, നിനക്ക് ഞാൻ ആഗ്രഹിക്കുന്ന അത്രയും കാലം ജീവിക്കാനുള്ള ആയുസ് തരാം, നാട്ടിലെ മുഴുവൻ സമ്പത്തും തരാം, 3 ലോകത്തിൻ്റെയും ചക്രവർത്തിയാക്കാം,
ഈ കണ്ട അപ്സരസുകളെയൊക്കെ നിനക്ക് തരാം. കുതിര, ആന, തേര് എന്ന് വേണ്ട, സ്വർണം, വെള്ളി, രത്നം, സകല സമ്പത്തും നിനക്ക് തരാം. ആരോഗ്യം, ആയുസ്, സ്ത്രീകൾ, സമ്പത്തുകൾ, രാജ്യാധികാരം, പാട്ട്, നൃത്തം, വാഹനങ്ങൾ, എന്തൊക്കെയാണോ അതൊക്കെ തരാം. ദയവ് ഈ ചോദ്യം മാത്രം ഒന്ന് മാറ്റണം. നചികേതസ് പറഞ്ഞതൊന്നും എനിക്ക് വേണ്ടതൊക്കെ അങ്ങേക്ക് തന്നെ വെച്ചോളൂ. അവിടെ വേറെ ഉള്ളിൽ കൂടി ഒരു ഒരു ചെറിയൊരു ഒരു ഒരു വർത്തമാനം അധികവും പറഞ്ഞിട്ടുണ്ട് നചികേതസ്. ഇവിടെ വന്ന് അങ്ങയെ കാണാമെങ്കിൽ എനിക്കിതൊക്കെ നേടാനും കഴിയും, അതൊന്നും വരായിട്ട് വേണ്ട. അതിലും നചികേതസ് ജയിച്ചു. 2 പരീക്ഷയിലും ജയിച്ചു. 3ാമത്തെ പരീക്ഷ പ്രശംസിക്കാൻ തുടങ്ങി. നീ എന്തൊരു ബുദ്ധിമാനാണ്, എന്താ നിന്നെപ്പോലൊരു ശിഷ്യനെ കിട്ടിയതിൽ ഞാൻ വലിയ പ്രശംസിക്കാൻ തുടങ്ങി. അത് വലിയ പരീക്ഷണമാണ്. പ്രശംസിക്കാൻ മുഖം മാറുന്നുണ്ടോ എന്നൊക്കെ നോക്കാമല്ലോ, അഹങ്കാരം വരുന്നുണ്ടോ എന്നൊക്കെ നോക്കാം. അവിടെയും നചികേതസ് ജയിച്ചു. നചികേതസ് പറഞ്ഞു, വെറുതെ നേരം കളയാണ്ട് ഞാൻ ചോദിച്ചങ്ങോട്ട് പറഞ്ഞു തന്നുള്ളൂ. അവിടെയാണ് കഠോപനിഷത്തിൻ്റെ ഉപദേശം ആരംഭിക്കുന്നത്. ഓരോ ജീവനും എങ്ങനെ കർമ്മങ്ങളെ അനുഷ്ഠിക്കുന്നുവോ, എങ്ങനെ ശാസ്ത്രാതിശ്രവണം ചെയ്യുന്നുവോ, അതിനനുസരിച്ച് സഞ്ചയിക്കുന്ന സംസ്കാരത്തിനനുസൃതമായി ശരീരത്തെ സ്വീകരിക്കുന്നു. ഇത് പറഞ്ഞ് അവിടെ നിർത്തി. പക്ഷേ ചോദിച്ചത് മാത്രം പറയാൻ ഗുരു വേണോ? മനസ്സിലായില്ല? ചോദിച്ചത് മാത്രം പറയാൻ ഗുരു വേണ്ടല്ലോ. ചോദിച്ചത് പറയേണ്ടത് ശിഷ്യന്റെ കർത്തവ്യമാണ്. ചോദിച്ചാൽ അധികം പറയരുത്. ഗുരു അങ്ങനെയല്ല, ചോദിച്ചത് അധികം പറഞ്ഞു കൊടുക്കേണ്ടവനാണ് ഗുരു. രണ്ടിനെ വ്യത്യാസം മനസ്സിലാക്കണം. ചോദിച്ചത് പറഞ്ഞു കൊടുക്കേണ്ടതാണ് ശിഷ്യൻ, ചോദിച്ചതിലധികം പറഞ്ഞു കൊടുക്കേണ്ടവനാണ് ഗുരു. അതുകൊണ്ട് അത്യന്തം ദുർദർശവും ഗൂഢവും അനുപ്രവിഷ്ടവും ഗുഹാഹിതവും ഗഹ്വരേഷ്ഠവും പുരാണവും ഒക്കെ മനസ്സിലാക്കാൻ വിഷമമുള്ള വാക്കുകൾ അങ്ങനെ തന്നെ പറയണം. എന്തിനാന്ന് ചോദിച്ചാൽ മുൻഭാഗം എല്ലാവരും കേൾക്കാനും അതുകൊണ്ട് അദ്വൈതാശ്രമം ചാനലിന് വരുമാനം ഉണ്ടാവാനുമാണ്. തമാശ പറഞ്ഞതാണ്. പുസ്തകം നോക്കുക, വായിക്കുക, നല്ലപോലെ മനസ്സിലാക്കുക. ഇങ്ങനെയുള്ള തത്വത്തെ സാക്ഷാത്കരിച്ചാൽ അമൃതനായി തീരും എന്നങ്ങോട്ട് പറഞ്ഞു വെച്ചു. അതാണ് ചോദിച്ചതിലധികം പറഞ്ഞത്. മാത്രമല്ല, തൻ്റെ മുന്നിൽ വന്ന ശിഷ്യൻ അത്യുത്തമാധികാരിയാണെന്നുള്ളത് യമന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കേവലം ജീവനെക്കുറിച്ചുള്ള അറിവിൽ അയാൾ ഒതുങ്ങിയാ പോരാ. ആ ഒരു കാഴ്ചപ്പാടും യമനുണ്ട്. അതിനനുസൃതമായി ശരിയായ ഉപനിഷത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന സംശയമാണ് നചികേതസ് 2ാമത് ചോദിക്കുന്നത്. പലരും വിചാരിച്ചത് 3ാം വരമായി ചോദിച്ച ചോദ്യത്തിനാണ് കഠോപനിഷത്ത് എന്നാണ്. അല്ല, 3ാം വരമായി ചോദിച്ചത് ആത്മവിദ്യ മാത്രമാണ്. അതായത് യേയം പ്രേതേ വിചികിത്സ മനുഷ്യേ അസ്തി തേകേനായമസ്തീതി ചൈകേ ഏതദ് വിദ്യാമനുശിഷ്ടസ്ത്വയാഹം വരാണാം ഏഷ വരസ്തൃതീയഃ എന്ന് ആണ് നചികേതസ് 1ാമത്തെ വരം ചോദിച്ചത്. അതായത് ഈ ഒരു സംശയം ഉണ്ട് കേട്ടോ നാട്ടിൽ, എല്ലാവർക്കും ഉണ്ട് ഈ സംശയം. എന്താ സംശയം? പ്രേതേ മനുഷ്യേ, മനുഷ്യൻ മരിച്ചാൽ അസ്ഥിത്യേകേ ഉണ്ടെന്ന് ചിലർ പറയുന്നു, ന്യായം അസ്ഥീതി ചെയ്യുകേ ഇല്ല എന്ന് ചിലർ പറയണം. ചിലർ പറയണ മരണത്തോടു കൂടി എല്ലാം കഴിഞ്ഞു എന്നാണ്. ചിലർ പറയണതല്ല, ശരീരം മാത്രമേ മരിക്കുന്നുള്ളൂ, ആത്മാ മരിക്കുന്നില്ലെന്നാണ്. ഇതിലേതാപ്പം ശരി? ഇതിപ്പോൾ ഏറ്റവും യോഗ്യൻ യമൻ തന്നെയാണല്ലോ ഇപ്പോൾ ഈ വിഷയത്തിൽ, ഇല്ലേ? മരണത്തിൻ്റെ ദേവതയോടാണല്ലോ ഇപ്പോൾ അത് ചോദിക്കാൻ പറ്റുക.
അതാണ് ഏതദ് വിദ്യാം അനുശിഷ്ടസ്ത്വയാഹം, നിന്നാൽ ഉപദേശിക്കപ്പെട്ടാൽ ഞാനിത് മനസ്സിലാക്കാമായിരുന്നു. ഇതൊരു വിനയാൻ നോക്കൂ. വരാണാമേഷ വരസ്തൃതീയ. അവിടെയാണ് ഹന്തദൈതം പ്രവക്ഷ്യാമി ഗുഹ്യം ബ്രഹ്മസനാതനം യഥാച മരണം പ്രാപ്യ ആത്മാ ഭവതി ഗൗതമ യോനിമന്യേ പ്രപദ്യന്തേ ശരീരത്വായ ദേഹിന സ്ഥാണുമന്യേനു സംയന്തി യഥാകർമ്മ യഥാശ്രുതം എന്നൊക്കെ പറയണത് ഒക്കെ പഠിച്ചതാ, നമ്മൾ എല്ലാം പഠിച്ചതാ. എന്താപ്പത് കഥ? നിനക്ക് ഞാൻ പറഞ്ഞുതരാം. ഹന്തത, അയാൾക്ക് തർജ്ജമ ചെയ്യാൻ പറ്റുമോ ഹന്ത എന്നുള്ളത്? പറ്റില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് എന്താ കഥ? നീ കേമായിട്ടുള്ള ചോദ്യമാണ്, നിനക്ക് ഞാൻ പറഞ്ഞുതരാം. വളരെ രഹസ്യമായിട്ടുള്ള സനാതനമായിരിക്കുന്ന രഹസ്യം ഞാൻ നിനക്ക് പറഞ്ഞുതരാം. മരണത്തിൽ എന്താ സംഭവിക്കണമെന്ന് അവിടെയാണ് പറഞ്ഞത്. യോനിമന്യേ പ്രപദ്യന്തേ ശരീരത്വായ ദേഹിന സ്ഥാണുമന്യേനു സംയന്തി യഥാകർമ്മ യഥാശ്രുതം. അത് കേട്ടപ്പോഴാണ് നചികേതസ് ശരിയായ ചോദ്യം ചോദിക്കണത്. എന്താണത്? അന്യത്ര ധർമാത് അന്യത്ര ധർമാത് അന്യത്ര അസ്മാത് കൃതാകൃതാത് അന്യത്ര ഭൂതാച്ച ഭവ്യാച്ച യത്തത് പശ്യസി തത് വദ. ധർമ്മത്തിൽ നിന്ന് ഭിന്നമായ, അധർമ്മത്തിൽ നിന്ന് ഭിന്നമായ, ഇവിടെ ചെയ്യപ്പെട്ടതിൽ നിന്നും ചെയ്യപ്പെടാത്തതിൽ നിന്നും ഭിന്നമായ, ഭൂതത്തിൽ നിന്നും വർത്തമാനത്തിൽ നിന്നും ഭാവിയിൽ നിന്നും ഭിന്നമായ. ശ്രദ്ധിക്കണം, ഭൂതം വർത്തമാനം ഭാവി എന്നീ കാലത്രയത്തിൽ നിന്ന് ഭിന്നമായ, ധർമാധർമ്മങ്ങളിൽ നിന്ന് ഭിന്നമായ സത്യത്തെ നിനക്കറിയാം. നിനക്കറിയാതെ എനിക്കെങ്ങനെ അറിയാം? ശ്രദ്ധിക്കേണ്ടതാണ്. അതൊക്കെ വളരെയധികം മനഃശാസ്ത്രവും എല്ലാം വരുന്നുണ്ട്, ശ്രദ്ധിക്കുക. നിനക്കറിയാം, അതിങ്ങോട്ട് പറഞ്ഞു തരൂ. തദ്വദ. ഇതാണ് ഉപനിഷത്തിന്റെ കാരണമായ ചോദ്യം. ഇതിന് മറുപടിയായിട്ടാണ് ആത്മബ്രഹ്മൈക്യമാകുന്ന പരമ തത്വത്തെ യമൻ ഉപദേശിക്കുന്നത്. ആ ഉപദേശത്തിൽ പരമമായ സത്യം ജന്മമരണരഹിതമാണ്, ഏകമാണ്, അദ്വിതീയമാണ്. അതിനന്വേഷിച്ച് പുറമേക്ക് അലയേണ്ടതില്ല, തൻ്റെ സ്വരൂപഭൂതമാണ്, തന്നിലേക്ക് ആഴ്ന്നിറങ്ങൂ എന്നിത്യാദി ഉപദേശങ്ങളെല്ലാം പല പല തലങ്ങളിൽ നിന്ന് വ്യത്യസ്ത പ്രതിപാദന ശൈലികളെ അവലംബിച്ചുകൊണ്ട് പറഞ്ഞു. അതാണ് നമ്മൾ ഇത്രയും നേരം പഠിച്ച ഭാഗത്തുള്ളത്, ഇതിനു മുമ്പുള്ള ഭാഗത്ത്. അത് വിവിധ പറഞ്ഞത് തന്നെ പല തലങ്ങളിൽ അല്ലെങ്കിൽ പല വീക്ഷണകോണുകളിൽ നിന്ന് പറയുന്നു. അങ്ങനെ പറഞ്ഞ അവസാനം മൂന്നാം വല്ലിയുടെ തുടക്കത്തിൽ കർമ്മഫലത്തെ അനുഭവിക്കുന്നവരായ 2 പേര്, ഗുഹയിൽ പ്രവേശിച്ചിരിക്കുന്നവർ, വെയിലും നിഴലും പോലെ എന്ന് ബ്രഹ്മജ്ഞാനികൾ പറയുന്നു, അതുപോലെ കർമ്മികളും പറയുന്നു എന്ന് പറഞ്ഞു. കർമ്മഫലത്തെ അനുഭവിക്കുന്നത് 2 പേരില്ല, ഒരാളേ ഉള്ളൂ. അത് ക്ഷത്രിന്യായമൊക്കെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ക്ഷത്രിന്യായം കുട പിടിച്ചിട്ട് ഒരാൾ നടക്കുകയാണ്. ആ കുടയിൽ വേറൊരാളെ അയാൾ കൂട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക? കുട ചൂടി 2 ആൾ പോകുന്നു എന്നാ പറയുന്നത്. സത്യത്തിൽ ആരെ കുട ചൂടുന്നുള്ളൂ? ഒരാളാണ്. വാസ്തവത്തിൽ ഒന്നേ ഉള്ളൂ. ഒരു വിശദമായി പ്രതിപാദിച്ചതാ. പിന്നെ മറ്റൊന്ന് പറഞ്ഞു, ഇവിടെ കർമ്മങ്ങളിലൂടെ പ്രാപിക്കാവുന്ന പരമമായ ഊർധ്വലോകങ്ങളെയും, ഇനി അതല്ല എല്ലാവിധ ബന്ധനത്തിനും ഉപരി എത്താനുള്ള തത്വവിജ്ഞാനത്തെയും രണ്ടും നേടാനുള്ള അധികാരം മനുഷ്യന് ഉണ്ട്. മനുഷ്യജീവിതം
വളരെ ശ്രേഷ്ഠമാണ് മനുഷ്യജന്മം. നമ്മുടെ ഭാവി നിശ്ചയിക്കേണ്ടത് നമ്മളാണ്, ഒരു ദൈവമല്ല. നമുക്ക് ജീവിതത്തിൽ അധപ്പതിക്കണോ അധപ്പതിക്കാം, അല്ല നിലനിൽക്കണോ നിലനിൽക്കാം, ഉയരണോ ഉയരാം. അധപ്പതിക്കണമെങ്കിൽ എളുപ്പമാണ്, വളരെ എളുപ്പമാണ്, ഒരു പണിയില്ല. ഇപ്പോൾ ഉള്ളതുപോലെ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ കുറച്ച് പണിയുണ്ട്, ഇല്ലേ? ഉണ്ട്, എളുപ്പമല്ല. മനുഷ്യനായി തന്നെ ഇരിക്കണമെങ്കിൽ കുറച്ച് പണിയാണ്. ഇനി ജീവിതത്തിൽ ക്രമികമായുള്ള ഉയർച്ച, അത് സുഖാനുഭവങ്ങളിലേക്ക് പോകാം. എന്നാൽ സുഖാനുഭവങ്ങളാകുന്ന സ്വർഗങ്ങളാണോ വേണ്ടത്? ഒരിക്കലും അല്ല, അവ നിസ്സാരമാണ്. സ്വർഗമില്ലെന്നോ സുഖാനുഭവം ഇല്ലെന്നോ അവിടെ പറഞ്ഞിട്ടില്ല, അവ നിസ്സാരമാണെന്നേ പറഞ്ഞിട്ടുള്ളൂ. മറിച്ച് മനുഷ്യനെ സംബന്ധിച്ച് പരമമായി നേടാനുള്ളത് ആത്മബോധമാണ്. തൻ്റെ സകല പരിമിതികൾക്കും ഉപരി പരമമായ സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഉയർച്ചയാണ്. അതാണ് മനുഷ്യ ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം, പരമസ്വാതന്ത്ര്യം. അത് സ്വർഗമല്ല, ഈ ലോകമല്ല, ഒന്നുമല്ല. എല്ലാവിധ അജ്ഞാന ബന്ധനത്തിനുപരിയുള്ള തൻ്റെ പൂർണ്ണാത്മബോധമാണ്. ഈ രണ്ടിലേക്കും ഉയരാൻ നമുക്ക് സാധിക്കും എന്ന് പറഞ്ഞു. വളരെ ശ്രദ്ധേയമായ മന്ത്രമാണ് മൂന്നാം വല്ലിയിൽ രണ്ടാം മന്ത്രം. യസേതുരീജാനാനാം അക്ഷരം ബ്രഹ്മ യത്പരം അഭയം തിതീർഷതാം പാരം നാചികേതം ശകേമഹി. അപ്പോൾ ഈ രണ്ട് രീതിയിൽ നമുക്ക് ഉയരണമെങ്കിലും നമുക്ക് എന്ത് വേണം? ഈ ശരീരം വേണം, ഇന്ദ്രിയങ്ങൾ വേണം, മനസ്സ് വേണം, ബുദ്ധി വേണം. ഈ ശരീരേന്ദ്രിയ മനോബുദ്ധികളാകുന്ന നമ്മുടെ ഉപാധികളിലൂടെ മാത്രമേ നമുക്ക് ഉയരാം. ഇതൊന്നും നമ്മളല്ല, ഇത് ഞാനല്ല, ഇതൊക്കെ എൻ്റെ കരണങ്ങളും ഉപാധികളുമാണ്. പക്ഷേ ഇത് കൂടാതെ നമുക്ക് ജീവിതത്തിൽ ലക്ഷ്യപ്രാപ്തി സാധ്യമല്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധേയമായ രഥരൂപകൽപ്പന അവിടെ ചെയ്തു. അതാണ് മൂന്നാം മന്ത്രം മുതലുള്ള ഭാഗം. നമ്മൾ പഠിച്ചതാണ്, ആവർത്തിക്കുന്നില്ല. അവിടെ തന്നെ രഥിയായി മനസ്സിലാക്കാൻ പറഞ്ഞു. അതാണ് ആദ്യത്തെ ഉപദേശം. രഥി പറഞ്ഞാൽ രഥം ആർക്കുണ്ടോ അവൻ. രഥം എന്ന് പറഞ്ഞാൽ വാഹനം. അപ്പം ആദ്യം നമ്മളോട് പറയുകയാണ്, നീ വാഹനമുള്ളവനാണെന്ന് മനസ്സിലാക്കൂ. ആദ്യത്തെ ഉപദേശം. അപ്പോൾ വാഹനമുള്ളവനാണെന്ന് മനസ്സിലാക്കൂ എന്ന് പറഞ്ഞാൽ വാഹനം എന്തിനുള്ളതാ? അലങ്കാരത്തിന് വെക്കാനാ? ഒരിക്കലുമല്ല, യാത്ര ചെയ്യാനാണ് വാഹനം. യാത്രയോ? യാത്ര പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോഴത്തെ പ്രിയദർശിനി വന്നതോടുകൂടിയൊക്കെ മാറി, ഇപ്പോൾ പറയാൻ പണിയാ. അമ്മ രാവിലെ തന്നെ ബാഗ് കൊടുത്ത് ഇറങ്ങുകയാണ്, ബസ്സിന് പോയി. എങ്ങോട്ടാ പോണത്? ഈ ബസ് എങ്ങോട്ടാ പോണത്? ബസ് തിരുവനന്തപുരം വരെ പോകും, ഞാൻ അങ്ങോട്ടാണ്. കണ്ടക്ടർ വിചാരിച്ചു അവിടെ എത്തിയിട്ട് സെക്രട്ടേറിയറ്റിൽ പോകാനാ ഇറങ്ങിയെന്ന് വിചാരിച്ചു. നോക്കുമ്പോൾ അവിടെ ഇനി എങ്ങോട്ടാ പോണത്? കാസർഗോഡേക്കാ. എന്നാൽ ശരി, അതിന് പൈസ കൊടുക്കണ്ട. അതൊരിക്കലും യാത്രയല്ല, അലച്ചിലാണ്. യാത്ര എന്ന് പറഞ്ഞാൽ നിശ്ചിത ലക്ഷ്യത്തിലേക്കുള്ള നിയത പ്രയാണത്തിനാണ് യാത്ര എന്ന് പറയുക. യാത്രയ്ക്ക് ലക്ഷണമുണ്ട്. നിശ്ചിതമായ ലക്ഷ്യത്തിലേക്ക് നിയതമായ പ്രയാണം, അതിനാണ് യാത്ര എന്ന് പറയുക. അവിടെ ലക്ഷ്യമാണ് ആദ്യം വേണ്ടത്. പിന്നെയാണ് നമ്മൾ എങ്ങനെ പോകണം,
ഇതിലെ പോകണമെന്നൊക്കെ ആലോചിക്കേണ്ടത്. ആദ്യം ലക്ഷ്യം എന്താണെന്ന് അറിയണം. അല്ലാണ്ട് വണ്ടി എങ്ങോട്ടാണ് കൊണ്ടുപോകണത് അങ്ങോട്ട് പോവാം എന്നുള്ളതല്ല. അപ്പം നമുക്കൊക്കെ ഒരു ലക്ഷ്യമുണ്ട്. മനുഷ്യ ജീവിതത്തിൽ ആദ്യം മനസ്സിലാക്കേണ്ടത് അതാണ്. 2, ആ ലക്ഷ്യത്തിലേക്ക് സഞ്ചരിക്കാനുള്ള വാഹനം എൻ്റെ കൂടെ ഉണ്ട്. അതിനെ വേണ്ടതുപോലെ ഉപയോഗിക്കുകയാണ് ഞാൻ വേണ്ടത്. ഇത്രയും മനസ്സിലായി. ആത്മാനം രഥിനം വിദ്ധി. അപ്പം ജീവിതത്തിന് ലക്ഷ്യബോധം വന്നു, ഒരർത്ഥം വന്നു. അപ്പോഴാണ് ചോദിക്കുന്നത്, ഏതാ വാഹനം? വാഹനം ശരീരമാണ്. ശരീരം എന്ന് പറഞ്ഞാൽ നശിക്കുന്നത് എന്നർത്ഥം. ശീര്യതേ ഇത് ശരീരം. നശിച്ചു പോകുന്നതാണ് ശരീരം. അയ്യോ, അത് ആദ്യം കുറച്ച് സന്തോഷിച്ചതായിരുന്നു ഇല്ലേ? യാത്ര ചെയ്യാണ്ട് വാഹനം റെഡിയാന്നൊക്കെ കേട്ടപ്പോൾ ഒരു സന്തോഷം തോന്നിയതാ. അപ്പോഴാണ് പറയണത് വാഹനത്തിൻ്റെ പേര് നശിച്ചു പോകുന്നത് എന്നാണ്. അതെ, അതൊരു ബ്രേക്ക് ഡൗൺ ആവുകയല്ല, കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. കണ്ടം ചെയ്തു. ബ്രേക്ക് ഡൗൺ ആയ രണ്ടാമതൊക്കെ തട്ടിമുട്ടി കൊണ്ടുപോവാം. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് നശിക്കുന്നതിന് മുമ്പായിട്ട് ലക്ഷ്യത്തിൽ എത്തണം. നാളെ ആവാം, മറ്റന്നാളാവാമെന്നും പറഞ്ഞിരിക്കരുത്. നാളെ ഉണ്ടാവുമോയെന്ന് അറിയില്ല. 2, നശിക്കുന്നതൊക്കെ ക്ഷയിക്കും. നശിക്കുന്നതൊക്കെ ക്ഷയിക്കും. അപ്പം ക്ഷയിക്കുന്നതിന് മുമ്പ് ലക്ഷ്യത്തിലേക്ക് എത്താൻ പരിശ്രമിക്കണം. എപ്പോഴാണ് ക്ഷയിക്കുക? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഓരോ നിമിഷവും ഓരോ ക്ഷണവും ഇത് ക്ഷയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ പുറത്തറിയിക്കാതിരിക്കാനൊക്കെ നോക്കുന്നുണ്ട്, എന്നാലും ഇല്ലേ, കുറച്ച് കറപ്പിച്ച് നോക്കുന്നുണ്ട്. പിന്നെ ചില ഇഞ്ചക്ഷനൊക്കെ ചെയ്തിട്ട് തൊലി ചുളിഞ്ഞതൊക്കെ മറയ്ക്കാൻ നോക്കുന്നുണ്ട്. പലതും നോക്കുന്നുണ്ട്. ആദ്യം മുറിക്കൈ കുപ്പായിട്ട ആൾ പിന്നെ ഫുൾ കൈ കുപ്പായിടും, ജരിയൊന്നും കാണിക്കാതിരിക്കാൻ വേണ്ടി. പിന്നെ ഒന്നായിട്ട് മൂടും. ഇതൊക്കെ ചെയ്യും. ഇങ്ങനെയൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് തന്നെ അറിയാം ഇത് പ്രായം കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്, ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പം അതിന് മുമ്പ് കയറി പിടിക്കാൻ നോക്കണം ലക്ഷ്യത്തെ. ശരീരം രഥമേവത്തു. മറ്റൊന്ന്, ഈ ശരീരം ഞാനാണെന്ന് വിചാരിച്ച് ആരും ഇരിക്കണ്ട. ഇത് എൻ്റെ വാഹനം മാത്രമാണ്. വാഹനത്തെ നല്ലപോലെ വൃത്തിയാക്കി ഭക്ഷണം കൊടുത്ത്, വെള്ളം കൊടുത്ത്, ഉറക്കം കൊടുത്ത് നല്ല ഓടാനുള്ള കണ്ടീഷനിൽ വെക്കണം. കേടുവരരുത്. കേടുവരാതെ നോക്കണം. അതിന് വേണ്ടതൊക്കെ ചെയ്യണം, വേണ്ടാത്തൊന്നും ചെയ്യരുത്. അത് നമ്മൾ വേണ്ടതൊക്കെ ചെയ്യണം, വേണ്ടാത്ത ചെയ്യരുതെന്ന് പറഞ്ഞാൽ സ്ഥൂല ശരീരമായി ബന്ധപ്പെട്ടത് മാത്രമാണ് പലപ്പോഴും ചിന്തിക്കുക. സ്ഥൂല ശരീരം മാത്രമല്ല, ഇന്ദ്രിയങ്ങളും മനസ്സും എല്ലാം അതിൻ്റെ ഭാഗമല്ലേ. അത് ശ്രദ്ധിക്കുക. അപ്പം പിന്നെ ആരാ ഈ വണ്ടി ഓടിക്കേണ്ട ഡ്രൈവർ? ആരാ? ബുദ്ധിം തു സാരഥിം വിദ്ധി. ബുദ്ധിയെ സാരഥി എന്നറിയൂ. ബുദ്ധിയാണ് ഇതിൻ്റെ ഡ്രൈവർ. ഒന്നും എടുത്ത് ചാടി ചെയ്യരുത്. അവിവേകത്തോടു കൂടി ഒന്നും ചെയ്യരുത്. എല്ലാം കാര്യാകാര്യ വിവേകം ഉപയോഗിച്ച്. എന്നതിൻ്റെ ഫലം എന്താണ്? എന്നത് ചെയ്താൽ എന്താവും? എന്നാൽ ചെയ്തില്ലെങ്കിൽ എന്താവും? എല്ലാ വശവും പഠിച്ച് വിവേകത്തോടു കൂടി മാത്രമേ ഈ വണ്ടി മുന്നോട്ട് ഓടിക്കാൻ പാടുള്ളൂ. അല്ലാതെ എടുത്തു ചാടിയാൽ അപകടമാവും. ബുദ്ധിം തു സാരഥിം വിദ്ധി. ബുദ്ധിയാണ് സാരഥി എന്നറിയൂ. മനഃ പ്രഗ്രഹമേവച്ച. മനസ്സ് കടിഞ്ഞാണാണെന്നറിയൂ. സാരഥിയുടെ കയ്യിൽ വേണം എപ്പോഴും കടിഞ്ഞാൺ. അല്ലാണ്ട് കുതിരയ്ക്ക് കടിഞ്ഞാണുണ്ട് പറഞ്ഞുകൊണ്ട് പ്രയോജനമില്ല. കടിഞ്ഞാൺ എപ്പോഴും സാരഥിയുടെ കയ്യിൽ വേണം. താത്പര്യം നമ്മുടെയൊക്കെ മനസ്സ് എപ്പോഴും ബുദ്ധിയുടെ നിയന്ത്രണത്തിൽ വേണം. മനസ്സ് പലത് കാണിച്ചു തരും, പലത് കേൾപ്പിച്ചു തരും, പലതിൻ്റെ പിന്നാലെ പോവാൻ പ്രേരിപ്പിക്കും. രൂപം വന്നാൽ ഉടനെ കണ്ണ് രണ്ടും അതിൻ്റെ പിന്നാലെ പോവും, ഉടനെ മനസ്സും പോവും. ഒരു മണം അവിടുന്ന് കണ്ട് വന്നാൽ മതി,
മൂക്ക് രണ്ടും പോവും, പിന്നാലെ മനസ്സും പോവും. ഇല്ലേ? ഒരു ശബ്ദം, ഒരു പാട്ടെന്തെങ്കിലും അവിടുന്ന് പുറപ്പെട്ടാൽ മതി, ചെവി രണ്ടും അങ്ങോട്ട് പോവും, മനസ്സും പോവും. ഇങ്ങനെ ഇന്ദ്രിയങ്ങളെ പിന്തുടരുന്ന രീതിയാണ് മനസ്സിൻ്റെത്. അതിനനുസരിച്ച് നമ്മൾ ജീവിക്കാൻ പുറപ്പെട്ടാൽ നശിച്ചു പോകും. അതുകൊണ്ടാണ് പറയുന്നത്, സങ്കല്പ വികല്പാത്മകമായ മനസ്സ് എപ്പോഴും നിശ്ചയാത്മികയായ ബുദ്ധിയുടെ അധീനതയിൽ വേണം, ബുദ്ധിയുടെ കീഴിൽ വേണം മനസ്സ്. ഇല്ലെങ്കിൽ എന്താവും? ബുദ്ധിയെ മനസ്സ് വലിച്ചു കൊണ്ടുപോകും, നശിച്ചു പോകും. അപ്പൊ ആരാ ഈ വണ്ടി വലിക്കണ കുതിരകൾ? ഇന്ദ്രിയങ്ങളാണ് കുതിരകൾ. ഇന്ദ്രിയങ്ങൾക്ക് കുതിരകൾക്ക് വണ്ടി വലിക്കാനല്ല ഇഷ്ടം, ഇഷ്ടം പോലെ മേഞ്ഞ് നടക്കാനാണ് ഇഷ്ടം. പക്ഷെ വണ്ടിക്കാരന് ഇഷ്ടം അതല്ല. അവയെ പൂട്ടി താൻ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് വണ്ടിയെ നയിക്കുന്നതാണ് വണ്ടിക്കാരന് ഇഷ്ടം. അപ്പോൾ നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾ ഭിന്നങ്ങളാകുമ്പോൾ അവയെ കെട്ടേണ്ടി വരും, കടിഞ്ഞാൻ കെട്ടേണ്ടി വരും. പോരാ, കണ്ണിന് കെട്ടേണ്ടി വരും, പടം കെട്ടേണ്ടി വരും, അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പാടില്ല. നല്ല പരിചയസമ്പന്നരായ കുതിരകൾക്ക് അതിൻ്റെ ആവശ്യമില്ല, തുടക്കത്തിൽ എന്തായാലും വേണ്ടി വരും. അല്ലെങ്കിൽ അഞ്ചു വഴിക്ക് പോയാൽ രഥം അവിടെ തന്നെ തലകുത്തി മറിയും. കാണാനും കൊള്ളാം, കേൾക്കാനും കൊള്ളാം, മണക്കാനും കൊള്ളാം, ഇല്ലേ? രുചിക്കാനും കൊള്ളാം, സ്പർശിക്കാനും കൊള്ളാം എന്ന് പറഞ്ഞാൽ എന്താ സ്ഥിതി? കഴിഞ്ഞു, കഥ കഴിഞ്ഞു. അതുകൊണ്ട് ഇന്ദ്രിയങ്ങളെ മനസ്സാകുന്ന കടിഞ്ഞാൺ ഉപയോഗിച്ച് ബുദ്ധിയാകുന്ന സാരഥി നിയന്ത്രിച്ച് ഈ രഥത്തെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കണം. എങ്കിൽ ജീവിതം വിജയിച്ചു, ഇല്ലെങ്കിൽ അവൻ നശിച്ചു പോകും. അതുകൊണ്ട് ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും സ്വാധീനമാക്കി മെരുക്കിയെടുക്കണം എന്നുള്ള ഒരു വലിയ സന്ദേശമാണ് ഈ ഒരു രഥരൂപകൽപ്പനയിലൂടെ നമുക്ക് തന്നത്. ഇത്രയും ഭാഗങ്ങളാണ് കഴിഞ്ഞ പ്രാവശ്യം ശ്രദ്ധിച്ചത്. അതായത് 1-ാം അധ്യായത്തിൽ 3-ാം വല്ലിയിൽ 9 മന്ത്രങ്ങൾ. ശരി, തുടർന്ന് 10 മുതലാണ് പഠിക്കേണ്ടത്. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യങ്കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം. അധുനാ യത് പദം ഗന്തവ്യം തസ്യ ഇന്ദ്രിയാണി സ്ഥൂലാനി ആരഭ്യ സൂക്ഷ്മ താരതമ്യക്രമേണ പ്രത്യഗാത്മതയാ അധിഗമഃ കർത്തവ്യഃ ഇത്യേവം അർത്ഥം ഇദം ആരഭ്യതേ. അധുനാ യത് പദം ഗന്തവ്യം തസ്യ ഇന്ദ്രിയാണി സ്ഥൂലാനി ആരഭ്യ സൂക്ഷ്മ താരതമ്യക്രമേണ പ്രത്യഗാത്മതയാ അധിഗമഃ കർത്തവ്യഃ ഇത്യേവമർത്ഥം ഇദം ആരഭ്യതേ. അധുനാ ഇപ്പോൾ. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ രഥരൂപകൽപ്പന പറഞ്ഞു കഴിഞ്ഞു. ഇനി തുടർന്നുള്ള ഭാഗത്ത് യത് പദം ഗന്തവ്യം, യാതൊരു പദത്തെയാണോ പ്രാപിക്കേണ്ടത്, യാതൊരു പദത്തിലേക്കാണോ പോകേണ്ടത്, ഏതാത്? 8-ാം മന്ത്രത്തിൽ 9-ാം മന്ത്രത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോധ്വന പരമാപ്നോതി തദ് വിഷ്ണോ പരമം പദം 9-ാം മന്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. 8-ാം മന്ത്രത്തിലും പറഞ്ഞു സതു തത്പദമാപ്നോതി യസ്മാത് ഭൂയോ ന ജായത്തെ.
അവൻ ആ പദത്തെ പ്രാപിക്കുന്നു, എവിടെ നിന്ന് പിന്നെ തിരിയുന്നില്ലയോ. 9-ാം മന്ത്രത്തിൽ പറഞ്ഞു അവൻ വഴിയുടെ അറ്റത്തിലെത്തുന്നു, അതാണ് വിഷ്ണുവിന്റെ പരമമായ പദം എന്ന്. അതാണ് വിഷ്ണുവിന്റെ പരമമായ പദം. ഏത്? വഴിയുടെ അവസാനം. ഏതാ വഴിയുടെ അവസാനം? ഇനി സഞ്ചരിക്കേണ്ടതില്ലാത്ത അവസ്ഥ. എപ്പോഴാ സഞ്ചാരം നിർത്തുക? തൃപ്തിയായാൽ. ലക്ഷ്യത്തിനൊരു ലക്ഷണം വേണ്ടേ? അപ്പോൾ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇപ്പോൾ എന്തെങ്കിലും ഒന്നിന് ലക്ഷ്യം പറഞ്ഞു, അവിടെ എത്തിയാൽ ആൾ യാത്ര നിർത്തുന്ന അർത്ഥമൊന്നുമില്ല. അതിനപ്പുറത്തേക്ക് പോവാം. ഇപ്പോൾ ഒരാൾ തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറിയാൽ തിരുവനന്തപുരം ലക്ഷ്യമാണ്, കഴിഞ്ഞു, അവിടെ ഇറങ്ങണം. അവിടെ അയാൾ യാത്ര നിർത്തില്ല. അത് കന്യാകുമാരിക്ക് പോവാം. അറ്റത്തെത്തി, ഇനി യാത്ര നിർത്തുമെന്ന് പറഞ്ഞാലോ ഇല്ല. യാത്ര വല്ലാത്തൊരു ഭ്രമാണേ. യാത്ര വല്ലാത്തൊരു ഭ്രമാണ്. അവിടുന്ന് പിന്നെ തിരുനെൽവേലി വഴി അങ്ങോട്ട് പോവാം, അങ്ങ് ഹിമാലയം വരെ പോവാം. അവിടെ എത്തിയാൽ നിൽക്കുക ഇല്ല. അവിടുന്ന് കറങ്ങി കിഴക്ക് ഭാഗത്ത് കൂടെ അങ്ങോട്ട് വരാം. കറങ്ങിക്കൊണ്ടേയിരിക്കും. യാത്ര ഭ്രമമാണ്. ഭ്രമം കൊണ്ടാണ് യാത്ര. എന്താ അഭിപ്രായം? എന്താ സൂക്ഷ്മാർത്ഥം ചിന്തിക്കണേ. യാത്ര ഭ്രമമാണെന്ന് തമാശ പറഞ്ഞതാ. പക്ഷെ രണ്ടാമത് പറഞ്ഞ തമാശയല്ല, ഭ്രമം കൊണ്ടാണ് യാത്ര. ഒരു സംശയമില്ല, ഭ്രമമുള്ളതുകൊണ്ടാണ് യാത്ര. സ്വാമി ഞാൻ കൈലാസത്തിലേക്ക് പോവാണ്, സന്തോഷം, പോയിക്കോളൂ, നല്ലത്. സ്വാമി ഞാൻ വൈകുണ്ഠത്തിലേക്ക് പോവാണ്, സന്തോഷം, പോയിക്കോളൂ. എന്താ സന്തോഷം? നിനക്ക് ഭ്രമമുള്ള കാലത്തോളം നീ പോണം. ഭ്രമം അടങ്ങിയാൽ എങ്ങോട്ടും പോവില്ല എന്ന് മനസ്സിലാവും. അത് തന്നെ കൈലാസം, അത് തന്നെ വൈകുണ്ഠം. കിലാസം തത്ര ഇതി കൈലാസം. എന്താണോ തൻ്റെ സ്വരൂപഭൂതമായത് അത് തന്നെ കൈലാസം. വിഗതാ കുണ്ഠിതം, വിഗതാ കുണ്ഠ, എല്ലാ ദുഃഖങ്ങളും ഒഴിഞ്ഞ അവസ്ഥ തന്നെ വൈകുണ്ഠം. അതെവിടെയാ സ്വാമി? അതൊരു ലോകമുണ്ട് വേറെ, കുറെ ദൂരെയാണത്, വളരെ ദൂരെയായിട്ടുള്ള ലോകമാണ്. അവിടെയാണ് വിഷ്ണു ഭഗവാൻ ലക്ഷ്മി അമ്മയുടെ കൂടെ ഇരിക്കുന്നത്. എടാ രണ്ടാളുണ്ടോ? ഉണ്ട്. എന്നാൽ അവിടെ കുണ്ഠ ഉണ്ടാവും, തല്ലും പിടി ഉണ്ടാവും, ഉറപ്പാണ്. ഉണ്ടാവില്ല? എന്താ നിങ്ങളുടെ അഭിപ്രായം? ഉണ്ടാവും. വിഷ്ണുവും ലക്ഷ്മിയൊക്കെ തന്നെയാ. എന്നാലും സംഗതി എന്ത് പ്രേമാണെങ്കിലും ഒരു കശപിശ ഉറപ്പായിട്ടും ഉണ്ടാവും, ഉണ്ടാവാതിരിക്കില്ല. ഇനി കൈലാസത്ത് പോയാലോ അവിടെ അത് കൂടാനേ സാധ്യതയുള്ളൂ. കാരണം മടിയിലൊരുത്തി, മുടിയിൽ വേറൊരുത്തി. തമാശയല്ല. മടിയിലൊരുത്തിയുണ്ട്, മുടിയിൽ വേറൊരുത്തിയുണ്ട്. എന്തായാലും ലഹളം ഉറപ്പാ. അതുകൊണ്ട് ശിവൻ ഞാനൊന്നും അറിഞ്ഞില്ല എന്നുള്ള മട്ടിൽ അങ്ങനെ ഇരിക്കും. ചിന്തിച്ചു നോക്കാം. അതുകൊണ്ട് അവിടെ പോട്ടെ, ഇവിടെ പോട്ടെ, പോയിക്കോളൂ, പോയിക്കോളൂ, പോയിക്കോളൂ. ഏതുവരെ? പോക്കടങ്ങുന്നത് വരെ. അടങ്ങിയ എവിടെ അടങ്ങും? സ്ഥലേ മന സ്വസ്ഥതാ ക്രിയ ഭക്തിയോഗ ബോധാശ്ച നിശ്ചിതം. അത്രയുള്ളൂ. താവദേവ നിരോധവ്യം യാവത് ഹൃദി ഗതം ക്ഷയം. അത്രയുള്ളൂ, വേറൊന്നില്ല. അവിടെ യാത്ര അടങ്ങി. അതാണ് പറഞ്ഞത് സോധ്വന പാരമാപ്നോതി. വഴിയുടെ അറ്റത്തിലെത്തുന്നു, വഴിയുടെ അറ്റത്തിലെത്തുന്നു. തദ് വിഷ്ണു പരമപദം. അതാണ് വിഷ്ണുവിന്റെ പരമപദം. വിഷ്ണു ആരാ? സർവവ്യാപി. ശ്രദ്ധിക്കുക, സർവവ്യാപിയുടെ പരമപദം ഏതാ? ഇപ്പൊ കേരളത്തിന്റെ പരമപദം ഏതാ? തിരുവനന്തപുരം ആണല്ലോ. ഭാരതത്തിന്റെ എന്ന് പറയുന്നില്ല. ഇന്ത്യയുടെ പരമപദം ഏതാ? ദില്ലിയിലാണ്. കാരണം അതിനൊക്കെ ഒരു 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 ഭൗമമായിരിക്കുന്ന പരിധിയുണ്ട്. വിഷ്ണുവോ സർവവ്യാപിയാണ്. സർവവ്യാപിയുടെ പരമപദം എവിടെയാ? ഇവിടെ. ഭൂമിയുടെ കേന്ദ്രം ഏതാ? ഞാൻ ഇരിക്കുന്നിടത്താണ്. ആർക്കാ എതിര് പറയാൻ ധൈര്യമുള്ള? എന്നാലും സ്വാമി ഇത്ര അധികം പ്രസംഗാന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. എടാ നീയും പറടാ, നീ ഇരിക്കുന്നിടം തന്നെയാണ് ഭൂമിയുടെ കേന്ദ്രം എന്ന് പറ. ശരിയാണ്.
ശരിയല്ല? ചിന്തിച്ചു നോക്കൂ. അതിനാണല്ലോ ഇതിനെങ്ങനെ ഗോളാകാരമായി ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് ഗോളാകാരമായത് ഓരോരുത്തർക്കും സങ്കല്പിക്കുക, ഇതാണ് കേന്ദ്രം. എന്താ സംശയം? ആർക്കാ സംശയമുള്ളത്? ആർക്കും സംശയം ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. അപ്പൊ വിഷ്ണുവിന്റെ പരമപദം ഏതാണ്? തന്നെ, ഞാൻ തന്നെ, വേറെ ആരുമല്ല. ഇങ്ങനെ ഓരോരുത്തരും വിചാരിക്കുക. ആ പദം അതിനെ ഒന്ന് മനസ്സിലാക്കണ്ടേ, ഒന്ന് സൂക്ഷ്മമായി മനസ്സിലാക്കണ്ടേ? അല്ലെങ്കിൽ വൈകുണ്ഠത്തിലാണ്, അത് കുറേ ദൂരം സഞ്ചരിക്കണം എന്നൊക്കെ തോന്നില്ലേ? കുറേ ദൂരം പോകണം, അല്ലെങ്കിൽ കൈലാസത്തിലേക്ക് കുറേ ദൂരം പോകണം എന്നൊക്കെ. കുറേ ദൂരം പോകണം, കുറേ വിലക്കുകളുണ്ട്. ഇവിടെ ചിലരൊക്കെ ഒരുങ്ങി പുറപ്പെട്ടതാ, യാത്രയൊക്കെ പറഞ്ഞിട്ടുണ്ട്. സ്വാമി ഇമ്മാസം കൈലാസത്തേക്ക് പോവാണ്. സന്തോഷം, പോണം, നിർബന്ധമായിട്ട് പോണം. പോയാൽ നല്ലതാണ്, അവിടെ പോയി കാണേണ്ടതാണ്. ആരാ പറയണത്? ചിദാനന്ദപുരി സ്വാമി. ചിദാനന്ദ സ്വാമി പോയിട്ടുണ്ടോ? ഇല്ല. നോക്കണേ, എന്നിട്ട് ഞാനാ പറഞ്ഞു കൊടുക്കണത്. അസലാണ്, പോണന്നേ, നന്നായി പോണം. എന്തുകൊണ്ട്? വാസന ഉണ്ടേ, പോണം എന്നുള്ളതുണ്ട്, ഭ്രമമുണ്ട്. അപ്പൊ പോണം, അത് തീരണമെങ്കിൽ പോണം. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ സ്വാമി പോണില്ല. എന്താണത്? എന്താ പോകാത്ത? പെർമിഷൻ കിട്ടിയില്ല സ്വാമി, ചൈന പാസ്സാക്കിയില്ല. നിങ്ങൾക്ക് പാസ്സാക്കണം, പോവുക തന്നെ. സ്വാമി അപ്പോഴത്തേക്ക് എൻ്റെ വയസ്സ് കഴിഞ്ഞു പോവും. പോണ്ട, കഴിഞ്ഞില്ലേ? അപ്പൊ നോക്കണേ, വേറൊരിടത്ത് പോകണമെങ്കിൽ എന്തൊക്കെ വേണം? ദേശം, കാലം. ചൈനക്കാരൻ സമ്മതിക്കണം, ദേശം, കാലം, എൻ്റെ വയസ്സ് അനുകൂലമാവണതൊക്കെ വേണം. വേണ്ടേ? അത് ആരാണോ? ചിന്തിക്കുക. അപ്പൊ അതുകൊണ്ട് എവിടേക്കാണ് ശരിക്ക് പോയി എത്തേണ്ടത്? അതൊക്കെയല്ല പാസ് എന്താണ്, വഴി ഏതാണ്, ഇതൊക്കെ അറിയണ്ടേ? അതിനു വേണ്ടിയിട്ട് ഗന്തവ്യം പദം, ഗന്തവ്യമായിരിക്കുന്ന പദം ഏതാണോ, തസ്യ ഇന്ദ്രിയാണി സ്ഥൂലാനി ആരഭ്യ, സ്ഥൂലങ്ങളായ ഇന്ദ്രിയങ്ങളെ ആരംഭിച്ച് സൂക്ഷ്മ താരതമ്യ ക്രമേണ, സൂക്ഷ്മതയിലേക്ക് പോയി 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 അങ്ങനെ ക്രമമായി സൂക്ഷ്മതയിലേക്ക് പോയി അവസാനം പ്രത്യഗാത്മതയാ അധിഗമഃ. ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ, ഇവിടെ ഉണ്ട്. എങ്ങോട്ടാ പോണ്ടത്? പോണ്ടിടം ഇവിടെ തന്നെ ഉണ്ട്, വേറെ എവിടെയല്ല ഉള്ളത്, വേറെ ഒരിടത്തും അല്ല, ഇവിടെ തന്നെ ഉണ്ട്. പ്രത്യക് ആത്മതയാ, ഉള്ളിലുള്ള ആത്മാവ്. ആത്മാവ് ഉള്ളിലാണോ? എടാ, ഉള്ളിൽ എന്ന് പറയണത് പുറം കണ്ടോണ്ടാണല്ലോ. പുറം കാണാത്ത അവസ്ഥ എത്തിയാൽ നീ അകം പുറന്ന് പറയേണ്ട ആവശ്യമില്ല. അപ്പൊ അകത്തെ ആത്മാവ് എന്ന് ആരോട് പറഞ്ഞു? പുറം കാണുന്നവനോട് പറഞ്ഞു. ഈ അകം പുറം വ്യത്യാസം ഇല്ലാണ്ടായാലോ അകത്തുമല്ല പുറത്തുമല്ല. തദന്തരസ്യ സർവസ്യ തത് സർവസ്യ ബാഹ്യതഃ എന്ന് മനസ്സിലാവും. അതുവരെ അകത്താന്ന് പറയണം, അത്രയേ ഉള്ളൂ. അതുകൊണ്ടാ ആത്മാവ് കേട്ടോ ഉള്ളിലാന്ന് വിചാരിച്ചോളൂ. എന്തുള്ളില്? എന്തിൻ്റെ ഉള്ളില്? പോട്ടത്തരം പറയണം, അല്ലാണ്ട. അപ്പൊ പുറം ഉണ്ടെന്ന് വിചാരിക്കുന്നവരോട് അകന്ന് പറഞ്ഞു കൊടുക്കണം, അത്രയേ ഉള്ളൂ. അങ്ങനെ പ്രത്യേകാത്മതയാ അധികമഃ കർത്തവ്യഃ, അങ്ങനെ വേണം എത്തിച്ചേരേണ്ടത്. ഇത്യേവമർത്ഥം എന്ന അർത്ഥത്തിനായിക്കൊണ്ട് ഇതം ഉച്യതേ, ഇതം ആരഭ്യതേ, ഇതാ പറയുന്നു. വ്യക്താണല്ലോ. അപ്പൊ ഗന്തവ്യം പദം നേരത്തെ പറഞ്ഞു. എങ്ങനെയാണ് ആ ഗന്തവ്യ പദത്തിലേക്ക് എത്തുക എന്നുള്ളത് പറയുന്നു. നോക്കൂ. ഇന്ദ്രിയേഭ്യ പരാഹ്യർത്ഥ അർത്ഥേഭ്യശ്ച പരം മനഃ മനസസ്തു പരാ ബുദ്ധിഃ ബുദ്ധേരാത്മാ മഹാൻ പരഃ മഹതഃ പരമവ്യക്തം അവ്യക്താത് പുരുഷഃ പരഃ പുരുഷാന്ന പരം കിഞ്ചിത് സാ കാഷ്ഠാ സാ പരാഗതിഃ.
ഇന്ദ്രിയേഭ്യ പരാഹ്യർത്ഥ അർത്ഥേഭ്യശ്ച പരം മനഃ മനസസ്തു പരാ ബുദ്ധിഃ ബുദ്ധേരാത്മാ മഹാൻ പരഃ മഹതഃ പരമവ്യക്തം അവ്യക്താത് പുരുഷഃ പരഃ പുരുഷാന്ന പരം കിഞ്ചിത് സാ കാഷ്ഠാ സാ പരാഗതിഃ. സ്ഥൂലത്തിൽ നിന്ന് ആരംഭിച്ച് ക്രമമായി വേണം സൂക്ഷ്മത്തിലേക്ക് പോവുക. നമ്മളെപ്പോഴും യാത്ര നാം ഇരിക്കുന്നിടത്തുനിന്ന് വേണം ആരംഭിക്കേണ്ടത്. സാങ്കല്പികമായി ഭാവന ചെയ്ത് നമ്മൾ ഇരിക്കുന്നതല്ലാത്ത ഇടങ്ങളെ സങ്കല്പിച്ച് അവിടുന്ന് അങ്ങോട്ടുള്ളത് പറഞ്ഞിട്ടൊന്നും പ്രയോജനമില്ല. യാഥാർത്ഥ്യബോധം വേണം. അപ്പോൾ സ്ഥൂലമായ തലത്തിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് തൻ്റെ വിചാരപ്രക്രിയയും യാത്രയും സ്ഥൂലത്തിൽ നിന്ന് ആരംഭിക്കണം, നിർബന്ധമാണ്. അതുകൊണ്ട് ഇന്ദ്രിയേഭ്യഃ പരാ ഹി അർത്ഥാഃ. ഇന്ദ്രിയേഭ്യഃ ഇന്ദ്രിയങ്ങളെക്കാൾ പരാ പരങ്ങളാണ് ഹി നിശ്ചയമായും അർത്ഥാഃ അർത്ഥങ്ങള് വിഷയങ്ങള്. അപ്പൊ ഇന്ദ്രിയങ്ങളോ സ്ഥൂല ശരീരത്തെക്കാൾ പരങ്ങളാണ്. അതിവിടെ പറയുന്നില്ല. അവിടെ വേണ്ടവർ വേണ്ടാന്ന് വിചാരിച്ചു. അത്രയ്ക്കാണ്ട് വേണോ? ഉപനിഷത്ത് പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അത്രയ്ക്ക് വേണ്ടാന്ന് ഗുരുനാഥന് തോന്നിയിട്ടുണ്ടാവും ഇല്ലേ? കാരണം ഇത് ഞാനല്ല എന്ന് അറിയണവനാണല്ലോ അപ്പോൾ പഠിക്കണത്. അതുകൊണ്ട് ദേഹത്തിൽ നിന്ന് ആരംഭിച്ചില്ല, ഇന്ദ്രിയങ്ങളിൽ നിന്ന് ആരംഭിച്ചു. അപ്പം ഇന്ദ്രിയങ്ങളെക്കാൾ പരങ്ങളാണ്, സൂക്ഷ്മങ്ങളാണ് വിഷയങ്ങൾ. ഇന്ദ്രിയേഭ്യ പരാഹി അർത്ഥാഃ. ഇന്ദ്രിയങ്ങളെക്കാൾ പരങ്ങളാണ്, സൂക്ഷ്മങ്ങളാണ് വിഷയങ്ങൾ. അർത്ഥേഭ്യഃ ച പരം മനഃ. അർത്ഥങ്ങളെക്കാൾ പരമാണ്, സൂക്ഷ്മമാണ് മനസ്സ്. വിഷയങ്ങളെക്കാൾ സൂക്ഷ്മമാണ് മനസ്സ്. മനസഃ തു പരാ ബുദ്ധിഃ. മനസ്സിനേക്കാൾ പരമാണ് ബുദ്ധി. മനസ്സ് സങ്കല്പ വികല്പാത്മകമാണ്. അതാണോ ഇതാണോ, അങ്ങനെയാണോ ഇങ്ങനെയാണോ, അവിടെയാണോ ഇവിടെയാണോ, പോണോ പോണ്ടയോ, വേണോ വേണ്ടയോ, എന്തിനെ സംബന്ധിച്ചും ഒരു സങ്കല്പവും ഉടനെ അതിൻ്റെ ഒരു വികല്പവും ഉണ്ടാക്കി വളർത്തുന്ന ആളാണ് മനസ്സ്. അങ്ങനെയുള്ള സാധ്യതകളിൽ നിന്ന് ഒന്നിനെ നിശ്ചയിക്കുന്നതാണ് ബുദ്ധി. ഇതാണ് അല്ലെങ്കിൽ അതല്ല എന്ന വിധം. എപ്പോഴും നിശ്ചയാത്മിക ബുദ്ധിയാണ്. സങ്കല്പ വികല്പാത്മകം മനസ്സാണ്. മനസ്സിനേക്കാൾ സൂക്ഷ്മമാണ് ബുദ്ധി. ബുദ്ധേഹേ ആത്മാ മഹാൻ പരഃ. ഈ മന്ത്രം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ നമുക്കൊരു രീതിയിൽ വ്യാഖ്യാനിക്കാമായിരുന്നു. ബുദ്ധിയേക്കാൾ എത്രയോ മഹത്താണ്, സൂക്ഷ്മമാണ് ആത്മാ എന്ന് പറയാമായിരുന്നു. വ്യക്തമാണല്ലോ. ഈ മന്ത്രം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വെച്ചാൽ അത് ശരിയാണ്. എന്നാൽ തൊട്ടടുത്ത മന്ത്രത്തിൽ മഹതഃ പരമവ്യക്തം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആത്മാ എന്നുള്ള അർത്ഥം പറഞ്ഞാൽ ശരിയാവില്ല. അടുത്ത മന്ത്രത്തിന് സാധ്യത ഇല്ലാതെ വരും.
അതുകൊണ്ട് ഇവിടെ മഹാൻ ആത്മാന്നുള്ളതിന് മഹത്തത്വം എന്നേ പറഞ്ഞുകൂടൂ. മഹത്തത്വം എന്നേ പറഞ്ഞുകൂടൂ. ഒരിക്കലും മഹാനായ പരമമായ ആത്മാവ് എന്നിവിടെ അർത്ഥം പറയരുത്. കാരണം ഇവിടെ പരമാത്മാ എന്നർത്ഥം പറഞ്ഞാൽ അതിനേക്കാൾ ഉപരി മറ്റൊന്നില്ല. അപ്പം അതുകൊണ്ട് ഇവിടെ മഹത്തത്വം എന്നർത്ഥം പറയാം. മഹത്തത്വം വിശദമായി പറയാം. എന്താണ് മഹത്തത്വം നമുക്ക് ചിന്തിക്കാം. മഹതപരം അവ്യക്തം, മഹത്തിനേക്കാൾ പരമാണ്, മഹത്തത്വത്തെക്കാൾ പരമാണ് അവ്യക്തം. അവ്യക്താത് പുരുഷപരഹ, അവ്യക്തത്തിനേക്കാൾ പരമാണ് പൂർണ്ണൻ, പുരുഷൻ. പുരുഷാന്ന പരം കിഞ്ചിത്, അതിനേക്കാൾ ഉപരി മറ്റൊന്ന് ഇല്ല. സാ കാഷ്ഠ സാ പരാഗതി, അതാണ് പരമാവധി പരാകാഷ്ഠ. മന്ത്രാർത്ഥം നമുക്ക് ചിന്തിക്കാം അല്പം കഴിഞ്ഞ്. ഓം സഹനാ ഭവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി.